ഒരുപാട് ചാരിറ്റി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സന്തോഷ് പണ്ഡിറ്റ് അല്ലേ? ആണോ സർ? ചാരിറ്റി എന്ന് പറയാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാല് ഈ കോവിഡ് സമയത്തൊക്കെ ഞാൻ കണ്ടല്ലോ ഒരുപാട്. അത് പബ്ലിസിറ്റിക്കാണോ അതോ ശരിക്കും പറയുന്നത്? ഞാൻ ആദ്യം ചാരിറ്റിക്ക് എന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. സർ, നമ്മളിപ്പോൾ ചെറുപ്പത്തിൽ നമുക്ക് ചെറുതായിട്ട് വേദപഠനം ഉണ്ടായിരുന്നു. അപ്പം ഭഗവത്ഗീതയിൽ 2-ാം അധ്യായം സാംഖ്യയോഗം. ഇതിനിടയിൽ ഞാൻ ചോദിച്ചോട്ടെ, സോറി, ഇങ്ങനെ ഒന്ന് പിടിച്ചോണ്ടിരുന്നല്ലേ? ഇപ്പൊ ഇല്ലേ സർ? ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഞാൻ കണ്ടില്ല ഇത്ര നേരം അല്ലേ? ഉണ്ട്. 2 കൈ പിടിച്ചു. ഓക്കെ. അപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ വേദപഠനം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ഭഗവത്ഗീത 2-ാം അധ്യായം സാംഖ്യയോഗം വായിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ടച്ചായ ഒരു സംഭവമാണ് പ്രജാഹാതി യഥാകാമൻ സർവാൻ പാർത്ഥ മനോഗതൻ ആത്മനേവ് ആത്മനാ സൃഷ്ട സ്ഥിതപ്രജ്ഞസ്ത ഉച്ചത. ഭഗവാൻ പറയുന്നു, ആരാണ് ഈശ്വരവിശ്വാസി എന്ന് ചോദിക്കുമ്പോൾ അർജുനൻ്റെ ചോദ്യത്തിന് ഭഗവാൻ പറയുന്ന ഉത്തരമാണ് അവനവനിൽ സന്തോഷം കണ്ടെത്തുന്നവനെ ഈശ്വരവിശ്വാസി എന്ന് പറയുന്നു. അപ്പം ഞാൻ നമ്മൾ അത്രയും കാലം മനസ്സിലാക്കി ഈശ്വരവിശ്വാസി എന്ന് പറഞ്ഞാൽ അമ്പലത്തിലും പള്ളിയിലൊക്കെ പോകുന്നവരും ചന്ദനം തൊടുന്നവരോ അല്ലെങ്കിൽ തൊപ്പിയിടുന്നവരോ താടി വളർത്തലൊക്കെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിലേക്ക് പോയപ്പോൾ ഭഗവാൻ പറഞ്ഞൊരു കാര്യം എനിക്ക് ഭയങ്കര ടച്ചിങ് ആയി. അതായത് ഒരു ഈശ്വരവിശ്വാസി ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളെ മറ്റുള്ള ഒബ്ജക്ട്സ് അയാൾക്ക് ഒന്നിനോടൊരു ഒട്ടലുണ്ടാവില്ല. ഭഗവാൻ ഉദ്ദേശിച്ച് ഇപ്പം നമ്മളൊരു ബസ്സിൽ കയറി 100 രൂപയ്ക്ക് 10 രൂപ കൊടുത്ത് ബാക്കി 90 വാങ്ങാൻ വിട്ടുപോയി. നമ്മൾ അന്നത്തെ ദിവസം പോയി, ബസ്സിൻ്റെ പേര് മറന്നല്ലോ ഭഗവാനെ, നീ നാളെ അവനോട് അടി കൂടണമല്ലോ, എന്നാലും തിന്നാതെ കുടിക്കാതെ എൻ്റെ 90 പോയല്ലോ, നമ്മുടെ വിഷമം. അതല്ലെങ്കിൽ നമ്മളിപ്പോൾ ഓഫീസിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ഭാര്യയായിട്ടൊന്ന് ഉടക്കി ഭർത്താവായിട്ട് ഉടക്കി നമ്മളെ ദിവസം പോയി, എന്നാൽ അവൾ അത് എന്നോട് പറഞ്ഞല്ലോ. അല്ലെങ്കിൽ മോനായാലും മോളായാലും വിചാരിച്ച +2 മാർക്ക് കിട്ടിയില്ല, അടുത്ത വീട്ടിലെ കുട്ടീനെ മാർക്ക് കിട്ടിയില്ല, തീർന്നു. എന്തിന്? നമ്മളൊരാളെ ഫോൺ ചെയ്യാൻ പോകുമ്പോൾ ഫോണ് ഹാങ്ങായി, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട സീരിയൽ കാണാൻ പോകുമ്പോൾ പെട്ടെന്ന് കേബിൾ കട്ട്. ഇതൊക്കെ തന്നെ നമ്മളെ വേദനിപ്പിക്കുന്നു. ദാറ്റ് ഈസ് നമ്മൾ സന്തോഷിക്കണോ ദുഃഖിക്കണോ എന്ന് തീരുമാനിച്ചത് കണ്ടക്ടറാണ്, ഭാര്യയാണ്, ഭർത്താവാണ്, മക്കളാണ്, അടുത്ത വീട്ടുകാരനാണ്, TV ആണ്, മൊബൈലാണ്. ഇങ്ങനെ മറ്റുള്ള ഒബ്ജക്ട്സിൽ സന്തോഷം കണ്ടെത്തുന്നവനെല്ലാം നിരീശ്വരവാദികളാണ്. ഈശ്വരവിശ്വാസി ആ വ്യക്തിയാണ്. ആ വ്യക്തിക്ക് ഒരു ഒബ്ജക്റ്റും വേണമെന്നില്ല. എന്ത് കിട്ടുകയാണെങ്കിൽ അയാൾക്ക് ഇത് ഓക്കെയാണ്, എന്ത് നഷ്ടപ്പെട്ടാലും ഓക്കെയാണ്. അപ്പോൾ ഇതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഒന്നിനോടും, അതായത് ഭഗവാൻ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയതാണ്. ഇപ്പം പണത്തിനോട് നമുക്ക് ഇഷ്ടമേ പാടൂ, അമിതമായ ഇഷ്ടം പാടില്ല. ഭക്ഷണത്തിനോട് ജീവിക്കാൻ ഭക്ഷണം ആവശ്യമാണ്, ജീവിക്കുന്നതേ ഭക്ഷണത്തിനാണ്. അത് സെക്സ് ആയാലും അങ്ങനെ തന്നെ. സെക്സ് ജീവിതത്തിൻ്റെ ഒരു പാർട്ടാണ്. എന്ന് വെച്ചാൽ ജീവിക്കുന്നേ സെക്സിനാവരുത്. അങ്ങനെ വന്നപ്പോൾ അത് സന്തോഷ് പണ്ഡിറ്റിൻ്റെ ഒരു തിയറിയാണ്, എന്ത് കിട്ടിയാലും പകുതി മറ്റുള്ളവർക്ക് കൊടുക്കാമെന്ന്. കാരണം ഇപ്പോൾ എനിക്കൊരു 10 ലക്ഷം കിട്ടിയാൽ എൻ്റെ മനസ്സൊരു സന്തോഷം, നീ അതിൽ 5 ലക്ഷം നീ അർഹിക്കുന്നുള്ളൂ. 5 ലക്ഷം നിനക്കുള്ളതല്ല, അതിന് എങ്ങനെ കിട്ടിയാലും. അത് നമ്മൾ ഈ പ്രോഗ്രാമിൽ നിന്ന് എനിക്ക് എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ പകുതി സന്തോഷ് പണ്ഡിറ്റ് ഒരാൾക്ക് കൊടുത്തിരിക്കും. അത് ആരെയും കാണിക്കാനോ നെറ്റിലൊട്ടിച്ച് നടക്കാനോ ചാരിറ്റിയോ അല്ല. സന്തോഷ് പണ്ഡിറ്റിൻ്റെ തിയറിയാണത്. സന്തോഷ് പണ്ഡിറ്റ് അത് അർഹിക്കുന്നില്ല. കാരണം പണത്തിനോട് ഇഷ്ടമേ പാടൂ, ഭ്രാന്തമായ ഇഷ്ടം ശരിയല്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത്, മുമ്പ് PW ഞാൻ ജോലി ഉണ്ടായിരുന്നു, സാറിന് അറിയുമെന്നറിയില്ല. ആ ജോലിയുള്ള സമയത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്, പല കുട്ടികളെയും പഠിപ്പിക്കുക. അപ്പം ഞാൻ കൂടുതലും നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ അപ്പോൾ ഇതെങ്ങനെ ചിലവഴിക്കണം എന്നുള്ളത്, ഒന്നുകിൽ കുട്ടികളെ പഠിപ്പിക്കുക, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പശുക്കുട്ടിയായാലും കോഴിക്കുട്ടിയായാലും ആട്ടുംകുട്ടി, അല്ലെങ്കിൽ തയ്യൽ മെഷീൻ, അല്ലെങ്കിൽ ഓട്ടോറിക്ഷ മേടിച്ചു കൊടുക്കുക. സാർ കണ്ടോന്നാണ് ഇപ്പോൾ ഈ അടുത്ത് ഇവിടെയൊക്കെ വന്നിട്ട് ഓട്ടോറിക്ഷ അല്ലെങ്കിൽ ലോട്ടറി കച്ചവടം തുടങ്ങാനുള്ള സഹായം. ഒരാൾക്ക് ഒരു ജോലി ചെയ്ത് ജീവിക്കുക. സാർ ഇപ്പോൾ എന്നെ പലരും വിളിക്കുമ്പോൾ സാർ ഇങ്ങനെ കൊറോണ പീരീഡിൽ ഞങ്ങൾ ബുദ്ധിമുട്ടും എന്നൊക്കെ പറയുമ്പോൾ സാർ പൈസ തരുമോ എന്നാണ് പലരും ചോദിച്ചത്. ഞാൻ പറഞ്ഞു പൈസ കൊടുക്കുന്ന പരിപാടിയേ ഇല്ല, സാധനം വാങ്ങി തരാം. ഞാൻ പൈസ എന്നാ അപ്പോൾ ചേട്ടൻ എന്താ ചെയ്യുന്നത്? അല്ല, അപ്പോൾ അതാണ് നമ്മൾ വാങ്ങിച്ചും കൊടുക്കും. ഇപ്പോൾ ട്രെയിനിലായാലും ഒരാൾ പൈസ വരുമോ എന്ന് വെച്ചാൽ പറയും പൈസ കിട്ടിയോണ്ട് ചേട്ടൻ എന്താ ചെയ്യുക? ചേട്ടാ ഞാൻ ഭക്ഷണം വാങ്ങിക്കഴിക്കും. ഞാൻ ഉടനെ പോയിട്ടൊരു ഭക്ഷണം കൊടുക്കും. അപ്പോൾ ഇവൻ പറയും അത് വേണ്ട, അങ്ങനെ 2 രൂപ എന്നാൽ മതി എന്ന്. അപ്പം സന്തോഷ് പണ്ഡിറ്റ് ചെയ്യുന്നത് ചാരിറ്റി എന്നതിനെക്കാട്ടി ഞാൻ പറയാം, ഞാൻ പഠിച്ച ഒരു കാര്യം അപ്ലൈ ചെയ്യുന്നു സാർ. അങ്ങനെയല്ല വേണ്ട. ഇത് നമ്മൾ ഡയലോഗ് അടിക്കാനല്ലല്ലോ നമ്മൾ ഈ ബുക്കും ഇങ്ങനെ ബുക്കിൽ അത് പറഞ്ഞു, ദൈവം അത് പറഞ്ഞു, അതല്ലല്ലോ സാർ. ഓക്കെ, അപ്പോൾ സന്തോഷ് പണ്ഡിറ്റിന് കാറുണ്ടോ സാർ? ഇപ്പം നിലവിൽ വണ്ടി വിറ്റ അവസ്ഥയിലാണ്. ഉണ്ടായിരുന്നു സാർ. അതായത് ഇപ്പോൾ നമ്മൾ ഈ കൊറോണ പീരീഡിൽ ഞാൻ പറഞ്ഞില്ലേ സാർ, ഈ അവസാനത്തെ സിനിമ 2 വർഷം ഇപ്പോൾ പെൻഡിങ്ങാണ്. മെയിലായിരുന്നു. സാധാരണ വണ്ടിയാണ്, സാധാരണ വണ്ടിയാണ്. പക്ഷേ യെസ്, അപ്പോൾ അത് നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികൾ ഇതേപോലെ ബുക്കും സാർ ഞാനെല്ലാം കുഞ്ഞാണ് ചെയ്യുന്നത്, ചെയ്ത കാര്യങ്ങളൊക്കെ അത്രയും ചെറുതാണ്. പക്ഷേ അത് ഇത്രയും കുട്ടികൾക്ക് കൊടുക്കേണ്ടി വരുമ്പോൾ അത് വലുതാവും. ഇപ്പോൾ ഈ ജൂൺ എത്തുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ആ പടം ഇറങ്ങിയില്ലെങ്കിൽ എൻ്റെ കാര്യത്തിൽ തീരുമാനമായി. കാരണം നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികൾ സാർ, ഞാൻ അന്ന് 4 വയസ്സുള്ള 11 വർഷം മുമ്പ് ഈ സിനിമ ഇറങ്ങിയപ്പോൾ പഠിപ്പിക്കുന്ന കുട്ടികൾ ഇന്ന് നേഴ്സിങ്ങിന് പഠിക്കുന്ന കുട്ടികളാണ്, വലിയ കുട്ടികളാണ്. അവരൊക്കെ വിളിക്കാറുണ്ടോ? ഇടയ്ക്കൊക്കെ വിളിക്കും. പിന്നെ ചിലർക്ക് അറിയില്ല സന്തോഷ് പണ്ഡിറ്റാണ് ഈ സ്കൂളിൽ പോയിട്ട് പൈസ കൊടുക്കുന്നത്, ഇവർക്ക് അറിയില്ല. അല്ലെ അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ സന്തോഷ് പണ്ഡിറ്റിൻ്റെ മറ്റൊരു മുഖം ഇവിടെ കുറേ
ആൾക്കാർക്ക് അറിഞ്ഞൂടാ എന്ന് തോന്നുന്നു. ഞാൻ അങ്ങനെ ഒരു ഓവർ പബ്ലിസിറ്റി ഞാൻ സാറിനോട് പറഞ്ഞല്ലോ, ഇത് പബ്ലിസിറ്റി എന്ന് എനിക്ക് കേട്ടോ. അപ്പോൾ അന്ന് ഈ കുട്ടികൾക്ക് പുസ്തകമോ അങ്ങനെ ചെയ്യേണ്ടി വരുമ്പോൾ, സാർ ഞാൻ വാങ്ങുന്ന പുസ്തകം എന്ന് പറഞ്ഞാൽ ഒരു ലോറിയിലൊക്കെ വലിയ വാഹനത്തിലേക്കാണ് ബുക്ക് കൊണ്ടുവരുന്നത്. അവർ ഈ ഹോൾസെയിലിൽ കൊടുക്കുന്ന പോലെ സന്തോഷ് പണ്ഡിറ്റിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുതരുന്നത്. കാരണം ഒരു സൈഡ് ആലപ്പുഴയ്ക്ക് കൊടുക്കാൻ, ഒരു സൈഡിൽ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഈ പല കുട്ടികളും എന്നെ കാണുന്ന പോലുമില്ല. പക്ഷേ ഞാൻ അധികം ടീച്ചേഴ്സായി ബന്ധപ്പെടും. സാർ അവിടെ എത്ര കുട്ടികളാണ് ബുദ്ധിമുട്ടെന്ന് അവർ ലിസ്റ്റ് തരുന്നു, ഒന്നുകിൽ ഞാൻ സ്കൂളിൽ കൊടുക്കും, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ കൊറോണ പീരീഡിൽ എനിക്ക് അന്ന് TV പ്രോഗ്രാമില്ല, നമുക്ക് ഇനോഗ്രേഷൻസ് ഇല്ല, ഒന്നുമില്ല. അപ്പോൾ പിന്നെ ഞാൻ വണ്ടി വിറ്റു. അപ്പോൾ എങ്ങനെ ഇപ്പോഴും KSRTCയിലും ഇതിലൊക്കെയാണ് പോകുന്നത്. സന്തോഷ് പറഞ്ഞില്ല, ഇപ്പോൾ ബസ്സിലും ട്രെയിനിലും ഒക്കെയാണ് വന്നെന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ച് സന്തോഷ് കുറേ ഇതൊക്കെ എഴുതിയിരുന്നല്ലോ. എന്താണ്, കുറേ ലേഖനങ്ങൾ ഒക്കെ എഴുതിയില്ല. എന്താണ് നിങ്ങളുടെ നിലപാട്? ഞാൻ പറയുന്നത് കേരളയിൽ അല്ലെങ്കിൽ ഇപ്പം ബുള്ളറ്റ് ട്രെയിൻ എന്നുള്ളത് ആശയം നല്ലതാണ്. പക്ഷെ അതിൻ്റെ സ്പീഡൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഓൾറെഡി നമ്മളെ ഇന്ത്യയിൽ, കേരളത്തിലില്ല, സെമി ഹൈ സ്പീഡ് എന്ന് പറയുന്ന ഈ ബുള്ളറ്റ് വന്ദേ ഭാരത് ട്രെയിനുണ്ട്. ആർക്കെങ്കിലും സംശയമുള്ളവർക്ക് വന്നിട്ട് അടിച്ചു നോക്കാം. 2-3 വന്ദേ ഭാരത് ട്രെയിൻ ഉണ്ട് കേട്ടോ. എനിക്കൊന്ന് ഉത്തർപ്രദേശ്, കാശ്മീർ സൈഡിലേക്കൊക്കെ പോകുന്ന വണ്ടിയുണ്ട്. ഇതേ തന്നെ കിട്ടും, നമ്മുടെ ഇതേ പാതയിൽ തന്നെ ചെയ്യാം, പോട്ടെ. പക്ഷെ ഒരു ബുള്ളറ്റ് ട്രെയിൻ വരുന്ന എപ്പോഴും നല്ലതാണ്. വേറെ വിഷയം, സർക്കാരിൻ്റെ ഒരു പൈസ ഉണ്ടെങ്കിൽ കേരളയിലൊക്കെ ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് തന്നെ ഞാൻ പറയും. ഇനി അതല്ല, കടമെടുത്തിട്ടാണ് ചെയ്യുന്നതെങ്കിലും ഇപ്പോൾ ഈ ആളുകളുടെ പ്രശ്നം എന്താണ്, ഞങ്ങളവിടെ ആളുകളുടെ വിഷമം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഈ കുറ്റി അടിച്ച് നാളെ ഇവരെ പകുതി വരികയില്ല, അവസാനം ഞങ്ങളെ സ്ഥലം വിൽക്കാൻ പറ്റൂല. കാരണം അങ്ങനെ പ്രശ്നമുണ്ട്. കാരണം ഇതിലേക്ക് വരുമ്പോൾ ഇവർക്ക് വായ്പ കിട്ടൂല, വിൽക്കാൻ പറ്റൂല, ഒന്നും ചെയ്യാനും ആവില്ല. ഇനി അവിടെ ഒരു കൺസ്ട്രക്ഷനെ പറ്റൂല, അതേസമയം ഇത് തുടങ്ങില്ല. അപ്പം ഞാൻ പറയുന്നു, നമ്മളൊരു പരിപാടി തുടങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ സർക്കാരിനോടായാലും എനിക്ക് പറയണേ, പെട്ടെന്ന് ചെയ്യാം. ഒന്നുകിൽ പൈസ അവർക്ക് കൃത്യമായി കൊടുത്ത് അവർ ഒഴിപ്പിച്ച്, അപ്പോൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഈ ഒരു പ്രശ്നം വരുന്നില്ലല്ലോ. അവർ പറയുന്ന പൈസ അത്രേ പറ്റും, അത് അവരോട് കൃത്യമായിട്ടിരുന്നുണ്ട്. ഇങ്ങനെ അല്ലാതെ വെറുതെ കുറ്റി അടിച്ചു പോയാൽ വെറുതെ കുറച്ച് പാവപ്പെട്ടവൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കലാവും. അല്ല, വെറുതെ കുറ്റി അടിക്കുകയും അല്ല പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളിൽ പൈസ ഇല്ല കേട്ടോ, ഞങ്ങൾ വിചാരിച്ച പോലെ നടന്നില്ല എന്ന് പറഞ്ഞാൽ ഈ കുറ്റി അവിടെ ഉണ്ടാവുകയും ചെയ്യും. ആ പാവപ്പെട്ടവർക്ക് ഒരിക്കലും ഈ വീടിൽ വിൽക്കാൻ പറ്റില്ല, വായ്പ കിട്ടില്ല, ഒരു കൺസ്ട്രക്ഷൻ അവർക്ക് നടക്കില്ല. അതോടൊപ്പം തന്നെ ഈ എടുക്കുന്ന സ്ഥലത്തിൻ്റെ ഇവിടെ ഒരു ബഫർ സോൺ എന്ന് പറഞ്ഞ് കുറച്ച് ഭാഗം അവർ എക്സ്ട്രാ എടുക്കുന്നുണ്ട്. ശരി. അപ്പോൾ അവരെ സ്ഥലം യഥാർത്ഥത്തിൽ ഗവൺമെൻറ് എടുക്കുന്നില്ല, പക്ഷെ അവിടെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. സർ, എഫക്റ്റീവ്ലി അത് നിങ്ങൾ കൊടുത്തതിന് തുല്യമല്ല ഇവരെ. അങ്ങനെ നമ്മളിപ്പോൾ ഇതാണെങ്കിൽ വളരെ അടുത്തുകൊണ്ട് നിങ്ങൾക്കൊരു വീടുണ്ടാക്കാൻ പറ്റില്ല, അത് ശരിയാ പറയുന്നത്. അപ്പോൾ ഇത്ര മീറ്റർ ഇവിടെയും കൊടുത്തു, ഇത്ര മീറ്റർ ഇവിടെയും കൊടുത്തു, പറയുന്നത് കറക്റ്റാണ് തിയററ്റിക്കലി. പക്ഷെ നമ്മളെ ഈ സ്ഥലത്തിന് പൈസ കൊടുക്കാതിരിക്കുകയും അവിടെ ഒന്നും ചെയ്യരുതെന്ന് പറയുമ്പോൾ ഇയാൾക്ക് ഇതിൻ്റെ നഷ്ടം ആര് കൊടുക്കും? അപ്പം ഞാൻ പറയുന്നു, ബഫർ സോണിലുള്ള ആളുകൾക്ക് കൂടി നഷ്ടപരിഹാരം കൊടുക്കണം. ഇങ്ങനെ കൊടുത്തില്ലെങ്കിൽ ആ മനുഷ്യരോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണ്. കാരണം ഈ കേരളിനെ കൊടുക്കുന്നേക്കാൾ സ്ഥലം ചിലപ്പോൾ ഈ ബഫർ സോണിന് വരുന്നുണ്ട് അല്ലേ? അങ്ങനെ ഒരു ഇതല്ലേ നിങ്ങളൊന്നും ചെയ്യരുതെന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ ഒന്നുകിൽ ആളുകൾക്ക് കൃത്യമായി കൊടുത്ത് ചെയ്യണം. അതുകൊണ്ട് കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ചെയ്യണോ എന്ന് ചിന്തിക്കണം. ഇനി അതല്ല, കാരണം അത് കോൺഫിഡൻസ് കൊണ്ട് മാത്രം 1 ലക്ഷം കോടിയൊന്നും നമുക്ക് വരില്ല. പിന്നെ ഇത് ചിലപ്പോൾ ചെയ്ത് തീർക്കാൻ വർഷങ്ങൾ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ പൈസക്കൊന്നും നിൽക്കുകയില്ല. അപ്പോൾ അതുകൂടി ഒന്ന് മുൻകൂട്ടി കണ്ട്, അതല്ലെങ്കിൽ ഒന്നും നടന്നില്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനോടൊരു സെമി ബുള്ളറ്റ് ട്രെയിൻ ചോദിച്ചാൽ മതി, ഇതേ കാര്യം നടക്കും. ഇതേ പാതയിലൂടെ ഒരു വന്ദേ ഭാരത് ട്രെയിൻ വന്നാൽ കേരളിന് ഈക്വലാണ് ഏതാണ്ട്.